പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ളൊരു തിയറിയാണ് കാണാൻ പോകുന്നത്. മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ളൊരു തിയറി. നമ്മൾ പഠിക്കുകയല്ല, മനസ്സിലാക്കുകയാണ്. നമ്മൾ അധ്യാപകരാണല്ലേ. പഠിക്കുക എന്ന് പറയുന്നൊരു വാക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നൊരു വാക്കാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഫ്രോയിഡ് തിയറി ഓഫ് പേഴ്സണാലിറ്റി, ഇതിൽ 2 ഭാഗങ്ങളായിട്ടാണ് ഞാനിതിൽ ഇടുന്നത്. അത് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ തിയറി ശരിക്കും അറിയപ്പെടുന്നത്, മലയാളത്തിൽ അറിയപ്പെടുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്നാണ്. ഇംഗ്ലീഷിലത് സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ മനോവിശ്ലേഷണ സിദ്ധാന്തം, ഇംഗ്ലീഷിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ തിയറി 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെയും 3ാമത്തെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റും സെക്കൻഡ് പോർഷനാണ് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. മലയാളം നോട്ട്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മനോവിശ്ലേഷണ സിദ്ധാന്തം, സൈക്കോ അനലിറ്റിക്കൽ തിയറി, ഇതിൻ്റെ വക്താവ് ആരാണ്? ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിൻ്റെ ആവിഷ്കർത്താവ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രിയക്കാരനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കിളിവാതിലുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിളി പോയ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇനി നോക്കുക, അദ്ദേഹത്തിന് ഈ തിയറിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോൾ യുങ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ ഇൻട്രോവേർട്ടെന്നും എക്സ്ട്രോവേർട്ടെന്നും തിരിച്ചൊരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ്രഡ് ആഡ്ലർ എന്നിവരാണ് മറ്റു വക്താക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറീനെ 3 തലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ തലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് തിയറി ഓഫ് പേഴ്സണൽ ഡൈനാമിക്സ് എന്ന് പറയും. ഓക്കെ, തിയറി ഓഫ് പേഴ്സണൽ ഡൈനാമിക്സിൽ മനുഷ്യൻ്റെ മനസ്സിനെ 3 തലങ്ങളായിട്ടാണ്. ഒന്ന് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അതായത് ഈ ബോധ മനസ്സിൻ്റെ ഇംഗ്ലീഷ് എഴുതി വയ്ക്കണം കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിൻ്റെ ഇംഗ്ലീഷ് എഴുതി വയ്ക്കണം പ്രീ കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സിൻ്റെ എന്താണ് എഴുതി വയ്ക്കേണ്ടത്? അൺകോൺഷ്യസ് മൈൻഡ് എന്ന് എഴുതി വയ്ക്കണം. അപ്പം എന്താണ് ഈ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്? ഞാൻ നിങ്ങളോട് ഇപ്പോൾ പ്രത്യക്ഷത്തിലൊരു അറ്റ് പ്രസൻറ്റ് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ എവിടുത്തെ ടീച്ചറാണ്? എന്താണ് പേര് എന്നൊക്കെ ചോദിക്കൂലേ? ആ പ്രത്യക്ഷത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റണം അറ്റ് പ്രസൻറ്റ്. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് ബോധ മനസ്സെന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ മനസ്സിൻ്റെ ഉപരിതലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അതിനെ കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയാം. ഇനി ഉപബോധ മനസ്സ് എന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരാളെ കണ്ടില്ലേ ആ റോഡിലൂടെ നടന്നു പോകുമ്പോൾ? ആരായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റണം പെട്ടെന്ന് കേട്ടോ. പെട്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുത്ത്. അതിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ഓർക്കാനായിട്ട് പറ്റണം. അപ്പോൾ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉപരിതലത്തിൽ എപ്പോഴും ഉണ്ട്. എപ്പോൾ ചോദിച്ചാലും റെഡിമെയ്ഡ് ആൻസറാണ്. ഉപബോധ മനസ്സെന്ന് വെച്ചാൽ നമുക്ക് വി നീഡ് എ ഷോർട്ട് ടൈം ടു റിമെമ്പർ. ഓക്കെ, ദെൻ അബോധ മനസ്സെന്ന് പറഞ്ഞാൽ ഇതിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ എന്നിവയാണ് ഇവിടെ അടിച്ചമർത്തപ്പെട്ടവ. അപ്പോൾ ഇത് അബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെ പ്രകാശിതമാകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, അടിച്ചമർത്തപ്പെട്ട പല ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ അബോധ മനസ്സിൽ ഇങ്ങനെ ഉറങ്ങിക്കെടുക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ഉണരും കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും അപമാനിച്ചതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് ചില സമയത്താണ് അല്ലേ, അതിൻ്റേതായിട്ടുള്ള സമയത്ത് നമ്മളത് ഓർത്തെടുക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ ഏത് നേരം അത് ഓർത്തുകൊണ്ട് നടക്കില്ല അല്ലേ. ഒരാളോടുള്ള ദേഷ്യം നമ്മളെപ്പോഴും ഓർത്തുകൊണ്ട് നടക്കും. അത് നമ്മളുടെ മനസ്സിനെ കേടാക്കും അല്ലേ. ചില സന്ദർഭങ്ങളിൽ തിരിച്ചടിക്കപ്പെടേണ്ട മനുഷ്യൻ്റെ സ്വഭാവമാണ് പറയുന്നത്. തിരിച്ചടിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവൻ ഓർത്തെടുക്കും അല്ലേ. അപ്പോൾ അതാണ് ആ ബോധ മനസ്സിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ബോധ മനസ്സിൻ്റെ ഉപരിതലത്തിലാണ് നാം പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് പേര്, നാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിന് ബോധ മനസ്സെന്ന് പറഞ്ഞാൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. 2-3 സെക്കൻഡ് ഒന്ന് ആലോചിക്കേണ്ടി വരും. അതാണ് ഉപബോധ മനസ്സ്, പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ദെൻ അബോധ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആവശ്യം നേരത്ത് മാത്രമേ നമുക്കത് ഓർമ്മ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ
ഇതിൻ്റെ ടേമുകളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ബോധ മനസ്സെന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആണ്. ഈ ബോധ മനസ്സിനും അബോധ മനസ്സിനും, അതായത് അൺകോൺഷ്യസ് മൈൻഡിന് ഇടയിലാണ് രണ്ടാമത് കിടക്കുന്ന പ്രീ കോൺഷ്യസ് മൈൻഡ്. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ തലം എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഇംഗ്ലീഷിൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്നാണ് പറയുക. അതിലാണ് കോൺഷ്യസ് മൈൻഡും പ്രീ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടാമത്തേൽ ഞാൻ മനസ്സിൻ്റെ രണ്ടാമത്തെ ഘടന പറയാം. ഓക്കെ.